സോ ഹാർഡ് ആസിഡിന് ഹാർഡ് ബേസിസിന് കുറച്ച് എക്സാമ്പിൾസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുള്ളത് നോക്കൂ. Ag പ്ലസും അയഡിൻ മൈനസും തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്തായിട്ട് മാറി? AgI2 ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ Ag പ്ലസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആസിഡാണ്. ഓക്കെ, Ag പ്ലസ് ഈസ് എ സോഫ്റ്റ് ആസിഡ് ആൻഡ് I മൈനസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ബേസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ആസിഡ് ബേസ് തിയറിയുടെ അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ് ആസിഡ് എപ്പോഴും സോഫ്റ്റ് ബേസുമായിട്ടാണ് കമ്പൈൻ ചെയ്യുക. അതുപോലെ ഹാർഡ് ആസിഡ് എപ്പോഴും ഹാർഡ് ബേസുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ AgI2 എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്ത സമയത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ ഇപ്പോൾ സിൽവർ Ag നമ്മൾ ഫ്ലൂറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്തതെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ ഒരു സോഫ്റ്റ് ആസിഡാണ്. ബട്ട് ഫ്ലൂറിൻ എന്ന് പറയുന്നത് എന്തല്ല, സോഫ്റ്റ് അല്ല, ഹാർഡ് ആയിട്ടുള്ള ഒരു ബേസാണ്. ഓക്കെ, സോ അവിടെ AgF2- ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. ദിസ് ഈസ് ആൻ അൺസ്റ്റേബിൾ കോംപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ കോബാൾട്ട് ഹെക്സാഫ്ലൂറൈഡ് 3+. ഓക്കെ, COF6 എന്ന് പറയുന്നത് ഒരു ഹാർഡ് ആസിഡ് ഹാർഡ് ബേസ് കോമ്പിനേഷനാണ്. കോബാൾട്ട് എന്ന് പറയുന്നത് ഹാർഡ് ആസിഡും ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഹാർഡ് ബേസ് ആണ്. സോ ദിസ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ COI6-3-. അതായത് ഇവിടെ കോബാൾട്ട് അയഡിനുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, സ്റ്റേബിൾ അല്ല. കാരണം ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് ഹാർഡ് ആസിഡാണ്. ബട്ട് അയഡിൻ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ് ബേസ് ആണ്. സോ എപ്പോഴും കൊബാൾട്ടിൻ്റെ കൂടെ ഫ്ലൂറിനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അതൊരു ഹാർഡ് ബേസും ഹാർഡ് ആസിഡ് കോമ്പിനേഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാർഡ് ആസിഡ് സച്ച് ആസ് Mg2+, calcium 2+, and aluminum 3+ occur in nature as magnesium carbonate, calcium carbonate, and aluminum oxide respectively. This is because the acid cation and anions. അതായത് ഇവിടെ എന്ന് പറയുന്നത് കാറ്റിയോൺസും ആനയോൺസും കണ്ടു. അതായത് ഇവിടെ മഗ്നീഷ്യവും കാൽഷ്യം അലുമിനിയം എന്നൊക്കെ അതെല്ലാം എന്താണ്, ഒരു ഹാർഡ് ആസിഡാണ്. അത് നേച്ചറിൽ എപ്പോഴും അതിൻ്റെ കാർബണേറ്റ് ആയിട്ടും ഓക്സൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെ കാർബണേറ്റും ഓക്സൈഡും എന്താണ്, ഹാർഡ് ബേസസ് ആണ്. ഓക്കെ, അപ്പോൾ ഹാർഡ് ആസിഡ് എപ്പോഴും ഹാർഡ് ബേസുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നേച്ചറിൽ സ്റ്റേബിൾ ആയിട്ട് ഇത് കാണാനുള്ള കാരണം. ബട്ട് സോഫ്റ്റ് ആസിഡ് സച്ച് ആസ് കോപ്പർ പ്ലസ് Ag+, Hg2+ എല്ലാം അത് സൾഫൈഡിൻ്റെ ഫോമിലാണ് ഇരിക്കുന്നത്. അതായത് അത് സൾഫൈഡിൻ്റെ ഫോമിലാണ് ഇത് സ്റ്റേബിളായിട്ട് ഇരിക്കുന്നത്. കാരണം Cu+ഉം Ag+ എല്ലാം സോഫ്റ്റ് ആസിഡാണ്. സൾഫൈഡ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ബേസാണ്. സോ അതൊക്കെ ഈ സോഫ്റ്റ് ആസിഡായിട്ടുള്ള ഈ കോപ്പറും Ag+ എല്ലാം സോഫ്റ്റ് ബേസിൻ്റെ കൂടെ ആണ് എപ്പോഴും സ്റ്റേബിളായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, then the borderline acid like Ni, nickel 2+, Cu2+, and Pb2+ occur in nature both as sulfide and കാർബണേറ്റ്. ഇത് ഈ നിക്കലും കോപ്പറും ലെഡെല്ലാം എന്താണ്, ഒരു ബോർഡർ ലൈൻ ആയിട്ടുള്ള ആസിഡാണ്. സോ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അത് സൾഫൈഡ് ആയിട്ടും അതേപോലെ കാർബണേറ്റ് ആയിട്ടും നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും. ഓക്കെ, കാരണം ഇത് ബോർഡർ ലൈനാണ്. അത് ഹാർഡ് ആസിഡിൻ്റെ കൂടെയും സോഫ്റ്റ് ആസിഡിൻ്റെ കൂടെയും അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാർഡ് ഇൻട്രാക്ഷൻ ആർ അയോണിക്. ഹാർഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അയോണിക് ഇൻട്രാക്ഷൻ ആയിരിക്കും. ബട്ട് സോഫ്റ്റ് ഇൻട്രാക്ഷൻ ആർ കോവാലൻറ്റ്. സോഫ്റ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, കോവാലൻറ്റ് ഇൻട്രാക്ഷൻ ആയിരിക്കും. ഈ കോവാലൻറ്റ് ഇൻട്രാക്ഷനിൽ തന്നെ പൈ ബോണ്ടിങ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ,
Then non-aqueous solvents such as liquid ammonia, liquid SO2, liquid HF, liquid N2O4 undergo auto ionization similar to H2O. അതായത് നോൺ അക്യൂസ് ആയിട്ടുള്ള സോൾവെൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളത്. അമോണിയ, SO2, HF ഇതെല്ലാം എന്ത് ചെയ്യും, സെൽഫ് അയനൈസേഷൻ എന്ത് ചെയ്യും, വിധേയമാകും. സിമിലർ ടു വാട്ടർ നമുക്കറിയാം എന്താണ്, സെൽഫ് അയനൈസേഷനാണ് നടത്തുന്നത് അല്ലേ. സോ അമോണിയയ്ക്ക് നമ്മൾ സെൽഫ് അയനൈസേഷൻ നടത്തി കഴിഞ്ഞാൽ 2 അമോണിയ 2 NH3 കമ്പൈൻ ചെയ്തിട്ട് NH4+ഉം NH2- ആയിട്ട് മാറും. അതുപോലെ SO2 2 SO2 മോളിക്യൂൾ കമ്പൈൻ ചെയ്താൽ SO2+ഉം SO3 2- ആയിട്ടും കമ്പൈൻ ചെയ്യും. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്പീഷീസ് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പോസിറ്റീവ് സ്പീഷീസ്, അതായത് കാറ്റയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഷീസ് നമ്മൾ ആസിഡ് ഒന്നും, ദ സ്പീഷീസ് വിച്ച് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആനയോൺ അത് നമ്മൾ എന്താ വിളിക്കുന്നത്, ഇറ്റ് ഈസ് എ ബേസ് എന്നും വിളിച്ചിരുന്നു അല്ലേ നേരത്തെ നമ്മൾ സോൾവെൻറ്റ് ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത്. സോ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അമോണിയം ക്ലോറൈഡും അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റും കമ്പൈൻ ചെയ്തപ്പോൾ സോൾട്ടും ഈ സോൾവെൻറ്റും കിട്ടി. ഓക്കെ, ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റിയാക്ഷനാണ്. ഇവിടെ ഇത് പ്രൊഡക്റ്റ് ആയിട്ട് 2 NH3 ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു സോൾവെൻ്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ഈസ് ബിഹേവ് ആസ് ആൻ വീക്ക് ആസിഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. സാധാരണ നമ്മൾ അസറ്റിക് ആസിഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വീക്ക് ആസിഡായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. ബട്ട് ഇൻ അമോണിയയിൽ നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ സ്ട്രോങ് ആസിഡ്. കാരണം അത് ഈ അസറ്റിക് ആസിഡിലെ H എങ്ങോട്ട് പോവും, NH4+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ റിമൈനിങ് ആയിട്ടുള്ള CH3CO- എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനയോൺ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. സോ ഇറ്റ് ബിഹേവ് ആസ് എ സ്ട്രോങ് ആസിഡ് ഇൻ NH4+. NH4+ഒരു സ്ട്രോങ് ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അസറ്റമൈഡ് ഈസ് ആൻഡ് യൂറിയ ആർ വീക്ക്ലി ബേസിക് ഇൻ അക്വസ് സൊല്യൂഷൻ. അസറ്റമൈഡും അതേപോലെ യൂറിയ എന്താണ്, അക്വസ് സൊല്യൂഷനിൽ വീക്കായിട്ടുള്ളൊരു ബേസാണ്. ബട്ട് ഷോ അസിഡിക് പ്രോപ്പർട്ടി ഇൻ ലിക്വിഡ് അമോണിയയിൽ അത് ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അസിഡിക് പ്രോപ്പർട്ടി കാണിക്കും. കാരണം ഈ യൂറിയനേക്കാളിലും അതേപോലെ അസറ്റമൈഡിനേക്കാളിലും കൂടുതൽ ബേസിസിറ്റി ഉള്ളതാണ് അമോണിയ. അപ്പം ഈ അമോണിയയും ഈ യൂറിയയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് എപ്പോഴും ബേസായിട്ട് ആക്ട് ചെയ്യും, വീക്ക് ആയിട്ടുള്ളത് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ യൂറിയ NH2CO NH2 യൂറിയയാണ്. അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NH2CO NH- NH4+ എന്ന് പറയുന്ന ഈ ഒരു അമോണിയം അയോൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് അസറ്റമൈഡ് ആൻഡ് യൂറിയ ആക്ട് ആസ് എ ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിൽ അതൊരു ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് SOCl2 പ്ലസ് CCM സൾഫൈഡാണ്. ദാറ്റ് ഈസ് CS2SO3 ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. CS2SO3 ഇതൊരു ആസിഡാണ്, ഇതൊരു ബേസാണ്. അത് ലിക്വിഡ് SO2ൻ്റെ പ്രസൻസിൽ അതെന്തായിട്ട് മാറും, CCM ക്ലോറൈഡും അതേപോലെ SO2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ NOCLും AgNO3യും സിൽവർ നൈട്രേറ്റും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ AgClഉം N2O4 എന്ന് പറയുന്ന സോൾവെൻറ്റും ഫോം ചെയ്യും. അതായത് ആസിഡും ബേസും, ഈ ഒരു എക്സാമ്പിൾസിലെല്ലാം ആസിഡും ബേസും കമ്പൈൻ ചെയ്യുമ്പോൾ സാൾട്ടും അതേപോലെ സോൾവെൻറ്റുമാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വൺ പിയേഴ്സൺ HCAB കൺസെപ്റ്റ് ആണ്. പിയേഴ്സൺ ആണ് HCAB കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു പിയേഴ്സൺ HCAB കൺസെപ്റ്റ് ഹാർഡ് ആസിഡ്, അദ്ദേഹമാണ് ഹാർഡ് ആസിഡ് സോഫ്റ്റ് ബേസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെ ഹാർഡ് ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും കാറ്റയോൺ ആയിരിക്കണം, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ഹൈ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം, ദെൻ ലോ പോളറൈസബിലിറ്റി ആയിരിക്കണം. ഓക്കെ, ദെൻ സ്മോൾ ആറ്റം സ്മോൾ അയോൺ ആയിരിക്കണം. ഓക്കെ, ദെൻ ഹാർഡ് ആസിഡ് എപ്പോഴും ഹാർഡ് ബേസുമായിട്ടും സോഫ്റ്റ് ആസിഡ് എപ്പോഴും സോഫ്റ്റ് ബേസുമായിട്ടും എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും എന്നാണ് HCAB പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്കാണ് നോക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് HCAB പ്രിൻസിപ്പിൾ predict the stability of complex compounds having the same ligand. അതായത് സെയിം ലിഗാൻഡ് ഉള്ള കോംപ്ലക്സ് കോമ്പൗണ്ട്സിൻ്റെ സ്റ്റെബിലിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? HCAB പ്രിൻസിപ്പിളിന് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. Ag സിൽവർ അയഡിനുമായിട്ടും ഫ്ലൂറൈഡുമായിട്ടും കമ്പൈൻ ചെയ്യുമ്പോൾ AgF2- ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ അല്ല, കാരണം അത് സോഫ്റ്റ് ആസിഡും ഹാർഡ് ബേസുമാണ്. ഓക്കെ, അപ്പം ഹാർഡും സോഫ്റ്റും തമ്മിൽ എന്ത് ചെയ്യില്ല, കമ്പൈൻ ചെയ്യില്ല എന്നല്ല, ചെയ്താൽ തന്നെ എന്ത് ചെയ്യില്ല, അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യിക്കില്ല. ഓക്കെ, ദെൻ Agi2- ആണ്. അതെന്ന് പറയുന്നത് ഹാർഡും സോഫ്റ്റും ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ അതെന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ COF6- COI6- ഉണ്ട്. അതിനകത്ത് നമുക്കറിയാം ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് ഒരു ഹാർഡ് ആസിഡാണ്, ബട്ട് F- എന്ന് പറയുന്നത് ഹാർഡ് ബേസ് ആണ്. സോ ഇത് COF6- എന്ന് പറയുന്നത് സ്റ്റേബിളാണ്, ബട്ട് COI6- എന്ന് പറയുന്നത് എന്തല്ല, സ്റ്റേബിളാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ predict the stability of different ligands, but different ligandsile complex ഫോർമേഷനിൽ ഡിഫറെൻറ്റ് ലിഗാൻഡ്സിൻ്റെ സ്റ്റെബിലിറ്റി HCAB പ്രിൻസിപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇറ്റ് ക്യാൻ predict the nature of bonding to the complex ion given by ambidendate ligand. ambidendate ligand നിങ്ങൾക്കറിയാം, അതായത് 2 ഡോണർ ആറ്റംസ് ഉണ്ടാവും ആംബിഡെൻഡേറ്റ് ലിഗാൻഡിൽ. അതിൽ ഏത് ഡോണർ ആറ്റം ആണ് ഈ മെറ്റൽ അയോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് HCAB പ്രിൻസിപ്പിൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ള ആംബിഡെൻഡേറ്റ് ലിഗാൻഡാണ് SCN-. സൾഫർ ആറ്റം അതേപോലെ നൈട്രജൻ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ലിഗാൻഡുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ സൾഫർ ആണോ നൈട്രജൻ ആണോ ലിഗാൻഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ HCAB പ്രിൻസിപ്പിളിന് പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ SCN സൾഫറും ഉണ്ട് നൈട്രജനും ഉണ്ട് അല്ലേ. അതിൽ സൾഫർ ആറ്റം ആണോ അതേപോലെ നൈട്രജൻ ആറ്റം ആണോ കമ്പൈൻ ചെയ്തത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ അയോൺസ് ആണ്. മെറ്റൽ അയോൺ സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് പാർട്ടുമായിട്ട് കമ്പൈൻ ചെയ്യും. മെറ്റൽ അയോൺ ഹാർഡ് ആണെങ്കിൽ ഹാർഡ് പാർട്ടുമായിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് കൊബാൾട്ട് SCN-ഉം അതേപോലെ പലേഡിയം SCN-ഉം തന്നിട്ടുണ്ട്. ഈ 2 മെറ്റൽ അയോണായിട്ടും 4 SCN- അയോൺസുമായിട്ട് തയോസൈനേറ്റ് അയൺസുമായിട്ടാണ് ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ കൊബാൾട്ടുമായിട്ട് സൾഫറാണോ അതോ നൈട്രജനാണോ കമ്പൈൻ ചെയ്യുന്നത്, അതുപോലെ പലേഡിയമായിട്ട് സൾഫറാണോ നൈട്രജനാണോ കമ്പൈൻ ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ HCAB പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊബാൾട്ട് എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈൻ ആസിഡാണ്. ഓക്കെ, ബോർഡർ ലൈൻ ആസിഡ് ആയതുകൊണ്ട് തന്നെ നൈട്രജൻ ആക്ച്വലി എന്താണ്, ഒരു ബോർഡർ ലൈൻ ബേസ് ആണ്. അപ്പോൾ ഈ കൊബാൾട്ട് എന്ത് ചെയ്യും, നൈട്രജൻ ആറ്റം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിഗാൻഡ് ഷെയർ ചെയ്യുന്നത്, ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് നൈട്രജൻ ആറ്റം ആയിട്ടാണ്. എന്നാൽ പലേഡിയം ആണെങ്കിൽ നേരെ തിരിച്ചാണ്, സൾഫർ ആറ്റം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത്. കാരണം അവിടെ പലേഡിയം, കൊബാൾട്ട് ആൻഡ് പലേഡിയം ഫോം ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊബാൾട്ട് നൈട്രജൻ ആറ്റമായിട്ടും പലേഡിയം സൾഫർ ആറ്റമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിഗാൻഡ് മെറ്റൽ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അത് എഴുതാവുന്നത് CO NCS 4 ടൈംസും ബട്ട് പലേഡിയം എഴുതുമ്പോൾ SCN 4 times 2- ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ കൊബാൾട്ട് ആകുമ്പോൾ നൈട്രജൻ ആറ്റമായിട്ടും പലേഡിയം ആകുമ്പോൾ സൾഫർ ആറ്റമായിട്ടാണ് ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്, കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ദെൻ HCAB പ്രിൻസിപ്പിളിൻ്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് കമ്പോസിഡ് ഓഫ് ഹാവിങ് ഡിഫറെൻറ്റ് ലിഗാൻഡ്. അതായത് ഒരു കോംപ്ലക്സിനകത്ത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും, ലിഗാൻഡ് ഉണ്ടാവും. അപ്പോൾ ആ ലിഗാൻഡിൻ്റെയൊക്കെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ഈ കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ തന്നിട്ടുള്ളത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊബാൾട്ട് NH3 5 times F2- എന്ന് തന്നിട്ടുണ്ട്, F2-. ഓക്കെ, ദെൻ ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് ഒരു ഹാർഡ് ആസിഡാണ്. അമോണിയ എന്ന് പറയുന്നത് NH3 എന്ന് പറയുന്നത് ഹാർഡ് ബേസ് ആണ്. F എന്ന് പറയുന്നതും എന്താണ്, ഹാർഡ് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ലിഗാൻഡായിട്ട് വന്നിട്ടുള്ള അമോണിയയും ഫ്ലോറിനും രണ്ടും എന്താണ്, സെയിം ക്യാരക്ടർ ഉള്ളതാണ്, രണ്ടും ഹാർഡ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും സെയിം ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഹാർഡ് ആസിഡിൻ്റെ കൂടെ രണ്ടും ഹാർഡ് ബേസ് വന്നതുകൊണ്ട് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് CO NH3 5 times I2- എന്ന് പറയുന്നത്, CO എന്ന് പറയുന്നത് ഹാർഡ് ആസിഡാണ്, NH3 എന്ന് പറയുന്നത് ഹാർഡ് ബേസ് ആണ്. ബട്ട് അയഡിൻ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ് ബേസ് ആണ് അല്ലേ. സോ അതുകൊണ്ട് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പം ഇതിലുള്ള ലിഗാൻഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ആ കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HCAB പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ HCAB പ്രിൻസിപ്പിളും അതേപോലെ ഹാർഡ് ആസിഡ്, ഹാർഡ് ബേസ്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ഹാർഡ് ആസിഡ് എപ്പോഴും ഹാർഡ് ബേസുമായിട്ടും സോഫ്റ്റ് ആസിഡ് എപ്പോഴും സോഫ്റ്റ് ബേസുമായിട്ടും കമ്പൈൻ ചെയ്യും. ഓക്കെ, ദെൻ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ ഓർത്തിരുന്നാൽ മതി. ദെൻ ഓരോ എക്സാമ്പിൾ വരുമ്പോഴും ഇപ്പോൾ നിങ്ങളൊരു കോംപ്ലക്സ് എടുത്തിട്ട് ഒരു എക്സാമ്പിൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോംപ്ലക്സിനകത്തുള്ള ഓരോ മെറ്റലാണെങ്കിലും ലിഗാൻഡ് ആണെങ്കിലും അതൊക്കെ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് അറിഞ്ഞിരിക്കുകയും വേണം. ഓക്കെ.